ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന കേക്ക് കുക്കീസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വെറും 3 ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കുക്കീസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഓവനും ആവശ്യമില്ല കേട്ടോ, അല്ലാതെയാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ കുക്കീസ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പകരം വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. പക്ഷേ അത് ഇപ്പോൾ ചേർത്ത് കൊടുക്കരുത്, പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇത് രണ്ടും വേണ്ടാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ചേർക്കാൻ ആ ഒരു ഫ്ലേവർ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ദാ പഞ്ചസാര ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് 1 നുള്ള അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കണം. 1-2 തവണയൊന്ന് അരിച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തും എത്തുകയും ചെയ്യും. അതുമാത്രമല്ല നമ്മൾ ഇതിലേക്ക് ആ ഒരു ഏലക്ക പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ തോടോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കുമ്പോഴത്തേക്ക് അതൊന്ന് പോയും കൂടി കിട്ടും. അപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആദ്യം ഞാനൊന്ന് അരിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ചൂട് മാറിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഒരുപാട് എടുത്ത് ആദ്യം തന്നെ ഒഴിക്കരുത് കേട്ടോ, കുറച്ച് ഒഴിച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രസ് ചെയ്തിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ നമ്മളൊന്ന് കുഴച്ചിട്ടെടുക്കാൻ. കൈ ഒരുപാട് ബലം പ്രയോഗിച്ചൊന്നും കുഴയ്ക്കാൻ നിൽക്കരുത്. അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എനിക്കിവിടെ ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂണും കൂടിയാണ് നെയ്യ് ആവശ്യമായിട്ട് വന്നത് കേട്ടോ. നമ്മൾ എടുക്കുന്ന മൈദയ്ക്കനുസരിച്ചിട്ട് ഈ ഒരു അളവിൽ വ്യത്യാസം വരും. അപ്പം കുറച്ച് ഒഴിച്ചിട്ട് വേണം നമ്മളൊന്ന് കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം നമുക്ക് മനസ്സിലാവും കേട്ടോ എത്രത്തോളം വേണ്ടി വരുമെന്ന്. അതുപോലെ തന്നെ ഈ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ, നെയ്യിൻ്റെ ഒരു കുത്ത് ഒരുപാട് അങ്ങ് ഇഷ്ടമല്ലാത്തവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ പകുതി നെയ്യും പകുതി ഓയിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ അത് ആദ്യം ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അറിയുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ നമുക്കിതിൽ നിന്നും കുറച്ചൊരു പോർഷൻ എടുത്തതിന് ശേഷം ഒന്ന് ഉരുളയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു ബോൾ പോലെ ആക്കിയതിന് ശേഷം ആ ഒരു ബോളിനകത്ത് ഒട്ടും തന്നെ പൊട്ടലൊന്നും കാണാൻ പാടില്ല. ആ ഒരു രീതിക്ക് വേണം നമുക്ക് ആ ഒരു ഉരുള കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആവുന്നത് കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ ബോൾ പോലെ ഉരുട്ടിയെടുക്കുമ്പം അതിനകത്ത് പൊട്ടലോ സ്ക്രാച്ചസോ എന്തെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മാവ് കറക്റ്റ് ആയിട്ടില്ലെന്നാണ് കേട്ടോ. ആ ഒരു നെയ്യിൻ്റെ അളവ് കറക്റ്റ് ആയിട്ടില്ലെന്നാണ്. ഇനിയും ആ ഒരു നെയ്യിൻ്റെ അളവ് വേണം എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ബോൾ പോലെ ആക്കിയതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ. ഇതേപോലെ ഉരുളകളാക്കി എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് തടവണം കേട്ടോ. തടവിന് ശേഷം മാത്രം ഇതുപോലെ ആക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ബാക്കിയുള്ളതെല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ എനിക്കൊരു 8 കുക്കീസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു കേക്ക് ടിന്നിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കേക്ക് ടിന്നിൽ ആദ്യം തന്നെ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലും കൂടി കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഈ ഒരു കുക്കീസ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് എള്ള ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എള്ള തന്നെ വേണം എന്നില്ല കേട്ടോ. നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ഇടാതെ വേണമെങ്കിലും റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വേറൊരു പ്ലേറ്റിലും ഞാൻ ഇതേ കണക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ചരുവമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു ചരുവത്തിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചരുവമാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതൊന്ന് തുറന്നതിന് ശേഷം ഇതിലേക്ക് ആ ഒരു കേക്ക് ടിന്നൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് തന്നെ ആകുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ബാക്കിയുള്ള കുക്കീസും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ ഇതുപോലൊരു ശരുവം വെച്ചിട്ട് അതിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്.
അപ്പോൾ ദാ നമ്മുടെ കുക്കീസൊക്കെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ദാ നമ്മുടെ കുക്കീസൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഒന്ന് ഹാർഡായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് ഹാർഡ് ആവത്തില്ല ഇപ്പം, എങ്കിലും നമുക്കത് തൊടുമ്പോൾ അറിയാൻ പറ്റും ചെറുതായിട്ടൊന്ന് ഹാർഡായിട്ടുണ്ട്. അതുമാത്രമല്ല കേട്ടോ, നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ചെറുതായിട്ട് പറ്റി പിടിക്കും. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്കൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ചൂട് മാറിയതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഗീ കുക്കീസിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് ഹാർഡായിട്ടും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറഞ്ഞ ചേരുവയിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കുക്കിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഓവനൊന്നും വേണ്ട. അതുമാത്രമല്ല കേട്ടോ, നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. കുറഞ്ഞ ചേരുവയിലാണ് കേട്ടോ നമ്മളിതൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. മെയിനായിട്ടും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ അത് ആദ്യമാണെന്ന് പൊട്ടിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.